നമസ്കാരം. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ കാലാപാനി മേഖലയിൽ വീണ്ടും നയതന്ത്രപരമായ അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണ്. നേപ്പാൾ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ സൈനിക ഹെലികോപ്റ്റർ പറന്നുവന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ ചർച്ചകൾ വഴി തുറന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പതിറ്റാണ്ടുകൾ നീണ്ട ഈ അതിർത്തി തർക്കത്തിൻ്റെ ആഴവും വീണ്ടും ചർച്ചയാവുകയാണ്. സംഭവം നടന്നത് ധാർചുല മേഖലയിലാണ്. നേപ്പാൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇന്ത്യൻ സൈനിക ഹെലികോപ്റ്റർ നേപ്പാൾ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചുവെന്ന് ധാർചുല അസിസ്റ്റന്റ് ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർ മോഹൻ സിംഗ് ധാമി മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ITBP ഡയറക്ടർ ജനറൽ അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ പാത തെറ്റിയത്. ഗുഞ്ചിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് സന്ദർശിക്കുക എന്നതായിരുന്നു യാത്രയുടെ ഔദ്യോഗിക ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സംഭവ ദിവസം കാലാവസ്ഥ പൂർണ്ണമായും തെളിഞ്ഞതായിരുന്നുവെന്നും യാതൊരുവിധ സാങ്കേതിക തകരാറുകളോ അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും നേപ്പാൾ ചൂണ്ടിക്കാട്ടുന്നു. അനുമതിയില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് നേപ്പാളിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയേറെ വിവാദമാകുന്നത്? ഇതിന് കാരണം കാലാപാനിയുടെ ചരിത്രമാണ്. കാലാപാനി, ലിപുലേഖ്, ലിംപിയാതുര എന്നീ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്നാണ് നേപ്പാളിൻ്റെ വാദം. 1816 സുഗൗളി ഉടമ്പടി പ്രകാരം കാളി നദിയാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി. എന്നാൽ ഈ നദിയുടെ ഉത്ഭവം എവിടെയാണെന്നതിനെ ചൊല്ലിയാണ് തർക്കം. ലിംപിയാതുരയിൽ നിന്നാണ് കാളി നദി ഉത്ഭവിക്കുന്നതെന്ന് നേപ്പാൾ വിശ്വസിക്കുമ്പോൾ കാലാപാനിയിൽ നിന്നാണ് ഉത്ഭവമെന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ ഈ പ്രദേശത്തെ ഉത്തരാഖണ്ഡിലെ പിതോറാഗഡ് ജില്ലയുടെ ഭാഗമായാണ് കാണുന്നത്. 1962 മുതൽ ഇവിടെ ITBP ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകൾ സന്ദർശിക്കുക എന്നത് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സാധാരണ നടപടിക്രമമാണ്. എന്നാൽ തങ്ങൾ അവകാശപ്പെടുന്ന ഭൂമിയിലൂടെ ഇന്ത്യൻ സൈന്യം നീങ്ങുന്നത് നേപ്പാളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2020 നേപ്പാൾ സർക്കാർ കാലാപാനിയെ ഉൾപ്പെടുത്തി പുതിയ ഭൂപടം പുറത്തിറക്കിയത് തർക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നീ 3 രാജ്യങ്ങളുടെ സംഗമസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്ത്രപരമായി അതീവ പ്രാധാന്യമുള്ള ഒരു ഭൂപ്രദേശമാണിത്. കൂടാതെ കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിനുള്ള പാതയും ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഇവിടെ നടക്കുന്ന ഏത് ചെറിയ നീക്കവും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ താൽപ്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം ഇന്ത്യൻ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്താം. നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.